പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു അരുൾ ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഓരോരുത്തരും സുവിശേഷം വഹിക്കുന്നവരാകുന്നതിന് വേണ്ടി തന്നെ വചനം വായിക്കാം, വചനം ധ്യാനിക്കാം, വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാം. നമ്മൾ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കും അതിൻ്റെതായിട്ടുള്ള വിശ്വാസമുണ്ടാകും, അവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും. അങ്ങനെ അനേകം ആത്മാക്കൾ സ്വർഗത്തിന് അർഹരാകുകയും ചെയ്യും. ഇന്ന് തിരുസഭ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നമ്മളെ ഇന്ത്യയിൽ വന്ന വിശുദ്ധനാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അനേകം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടിയെടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥം കൂടി നമ്മൾക്ക് അപേക്ഷിക്കാം. അനേകം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നേടിയെടുക്കുന്നതിന് വേണ്ടി അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.